ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റസിയാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ കറി റെസിപ്പിയുമായാണ്. അതിനായി ഞാനൊരു 300 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് പോയാലോ. കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കറിവേപ്പില ചേർക്കുക. ഇപ്പോൾ പച്ചമണമൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാളയുടെ കൂടെ അല്പം ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കുക. ഇതുപോലെ ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ വഴറ്റി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഉള്ളിയുമായി നല്ലോണം അലിഞ്ഞു ചേരുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. തക്കാളി നല്ലോണം അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി എന്നിവ ചേർത്ത് വഴറ്റുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർക്കുക. മസാലപ്പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. മസാലപ്പൊടികളുടെ പച്ചമണം എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കാം. മസാല മുഴുവൻ ചിക്കനിൽ ചേരുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്താൽ മതി. ആദ്യം ഉള്ളി വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പാകത്തിനുള്ള ഉപ്പ് മാത്രം ചേർക്കുക. ചിക്കൻ നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ചിക്കൻ ഇപ്പോൾ ഹാഫ് കുക്ക്ഡായി വെള്ളമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഗ്രേവി പോലെയാണ്. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെച്ച് ഒരു 15 മിനിറ്റോളം വേവിക്കുക. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. അങ്ങനെ രുചികരമായ നമ്മുടെ ചിക്കൻ കറി റെഡി. ശരിക്കും നല്ല ടേസ്റ്റിയാണ്. ഉണ്ടാക്കാനാണെങ്കിലോ വളരെ സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.